ഓം നമഃ ശിവായ. ഈ വർഷത്തെ മഹാശിവരാത്രി ആഘോഷിക്കാൻ പോകുന്നത് ഫെബ്രുവരി 26 അതുകൊണ്ട് ശിവരാത്രിയെക്കുറിച്ചുള്ള ആചാരങ്ങൾ, പ്രഹാർ സമയം, വ്രതനിയമങ്ങൾ എന്തൊക്കെ, പാരണ സമയം, ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം അന്നത്തെ ദിവസം എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത്. 2 രാത്രികൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ ആദ്യത്തേത് എടുക്കണം. ഇതിൻ്റെ പിന്നിലെ കഥ എന്തുവാണെന്ന് നോക്കാം. പാലാഴി മദനം നടത്തുമ്പോൾ ഉണ്ടായ ഹലാഹല വിഷം ലോകരക്ഷയ്ക്കായി ശ്രീ മഹാദേവൻ പാനം ചെയ്തു. ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കുവാൻ ഏവരും ഉറങ്ങാതെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പരമശിവൻ വിഷപാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം വ്രതമനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. രാജസ താമസ ഗുണങ്ങളെ നിയന്ത്രിച്ച് ഉള്ളിൽ സാത്വികത വളർത്തുന്ന വ്രതമാണിത്. ശിവരാത്രി നാളിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം ഭസ്മം, രുദ്രാക്ഷം എന്നിവ ധരിച്ചുകൊണ്ട് ശിവസ്തുതികൾ, പഞ്ചാക്ഷര മന്ത്രം തുടങ്ങിയവ ജപിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതും ഉത്തമം. പകൽ ഉപവാസം നിർബന്ധമാണ്. ശിവപുരാണ പാരായണം ശ്രവിച്ചുകൊണ്ട് പകൽ ഭക്തിപൂർവം വർദ്ധിക്കുക. വൈകിട്ട് വീണ്ടും കുളിച്ച ശേഷം ക്ഷേത്രത്തിൽ ശിവലിംഗത്തിൽ കൂവളമാല ചാർത്തുക. കൂവള ഇല കൊണ്ട് അർച്ചന നടത്തുക. ശുദ്ധജലം, പാൽ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെയാണ് വിധിപ്രകാരം ചെയ്യേണ്ടത്. രാത്രി പൂർണ്ണമായി ഉറക്കമൊഴിക്കണം. രാവിലെ ശിവപൂജ, ബ്രാഹ്മണ ഭോജനം, ദാനം ആദിയായവ ചെയ്തതിനു ശേഷം പാരണ നിങ്ങൾക്ക് വീടാവുന്നതാണ്. ഇങ്ങനെ ഈ മഹാവ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങൾ നശിക്കുകയും ഐശ്വര്യവും ശ്രേയസ്സും സിദ്ധിക്കുകയും മരണാനന്തരം ശിവലോകം പ്രാപിക്കുകയും ചെയ്യുന്നു. കൂവള ഇല ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. എന്തെന്നാൽ ഇത് ഈ 3 തത്വങ്ങളെയും പ്രതിനിധീകരിക്കുന്നു: ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഈ ഇലയാണ് ബെൽപത്ര എന്നും അറിയപ്പെടുന്നത്. ഒരിക്കൽ പാർവതീദേവിയുടെ വിയർപ്പ് തുള്ളികൾ മന്ത്രാച്ചൽ പർവ്വതത്തിൽ വീണതായി പുരാണത്തിൽ പരാമർശിക്കുന്നു. അവിടെയാണ് ഈ സസ്യത്തിൻ്റെ വളർച്ച. അതുകൊണ്ട് ഈ സസ്യം ഭഗവാന് ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ദേവി എല്ലാ രൂപങ്ങളിലും ഈ വൃക്ഷത്തിൽ വസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ശിവരാത്രി ദിവസത്തിൽ ഈ കൂവള ഇല നിങ്ങൾ തീർച്ചയായും ഭഗവാന് സമർപ്പിക്കണം. ഹിന്ദുമത പ്രകാരം അനുസരിച്ച് കൂവള സസ്യം ഒരു പവിത്രമായ വൃക്ഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മരത്തിൻ്റെ ഇലകൾ പൊതുവെ 3 ഇലകളായാണ് വിഭജിച്ചിരിക്കുന്നത്. ഇത് ശിവന്റെ 3 കണ്ണുകളെ പ്രതിനിധീകരിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ശിവരാത്രിയുടെ നിശ്ചിതകാല പൂജ തുടങ്ങുന്നത് 27 തീയതി 12:37 AM പിന്നെ 1:29 AM ഇടയ്ക്കാണ്. അതുപോലെ തന്നെ രാത്രി ആദ്യ പ്രഹാർ പൂജ തുടങ്ങുന്നത് വൈകിട്ട് 6:30 മുതൽ 9:46 വരെയും രണ്ടാം പ്രഹാർ പൂജ തുടങ്ങുന്നത് 9:46 മുതൽ വെളുപ്പിന് 1:03 വരെയുമാണ്. അതുപോലെ തന്നെ രാത്രി 3-ാം പ്രഹാർ പൂജ തുടങ്ങുന്നത് 1:03 മുതൽ വെളുപ്പിന് 4:20 വരെയാണ്. 4-ാമത്തെ പ്രഹാർ അങ്ങനെ 4 യാമങ്ങളിലായിട്ടാണ് ശിവരാത്രി പൂജ നടക്കുന്നത്. അപ്പം 4-ാമത്തെ യാമം നടക്കുന്നത് 4:20 മുതൽ 7:36 വരെയാണ്. അതായത് ഫെബ്രുവരി 27 തീയതി. ഓക്കെ. അപ്പോൾ ശിവരാത്രിയുടെ പാരണ സമയം എന്ന് പറയുന്നത് 27 തീയതി വ്യാഴാഴ്ച 27 തീയതി രാവിലെ 7:36 മുതൽ നിങ്ങൾക്ക് പാരണ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചതുർദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 26-ന് 6:38 AM ചതുർദശി തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി 27 തീയതി രാവിലെ 4:24-ന് ചതുർദശി തിഥി അവസാനിക്കുകയും ചെയ്യുന്നു. അന്നത്തെ ദിവസം നിവേദ്യമായിട്ട് നിങ്ങൾക്ക് പഴങ്ങൾ, തേൻ, നെയ്യ്, മധുരപലഹാരങ്ങൾ, പാൽ എന്നിവ നിങ്ങൾക്ക്
ശിവഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് 4 യാമങ്ങളും അഭിഷേകം ചെയ്യാനുള്ള അവസരമുള്ള അമ്പലങ്ങളുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് അങ്ങനെ 4 യാമങ്ങളിലും നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോന്ന പാല് കൊണ്ട്, നെയ്യ് കൊണ്ട്, അതുപോലെ തന്നെ കരിമ്പ് നീര് കൊണ്ട്, അങ്ങനെ 4 പ്രാവശ്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അത് പോയി നിങ്ങൾക്ക് അഭിഷേകത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കണം, അഭിഷേകം ചെയ്യണം. അത് ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ടാണ് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ശിവരാത്രി ദിനത്തിൽ ഉപവാസം അവസാനിപ്പിക്കാൻ പാരണം നടത്തുന്നതിന് വേണ്ടി ലഘുവായ സ്വാത്വിക ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രസാദത്തിൽ 9 ധാന്യങ്ങൾ ഒഴികെയുള്ള എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ പഴങ്ങളും മധുരപലഹാരങ്ങളും എന്നിവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പാരണ സമയത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യമാണ് മഹാശിവരാത്രിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ നല്ല രീതിയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക. രാത്രിയിൽ നിങ്ങൾക്ക് ഭജനയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. അപ്പം പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ നിങ്ങൾക്ക് ചൊല്ലാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശിവ സഹസ്രനാമം അതൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അപ്പം എല്ലാവരും വ്രതമെടുക്കുക. ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഓക്കെ, ഓം നമഃ ശിവായ.